ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 38ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് ഡിവിസിബിലിറ്റി റൂൾ ആണ്. ഒന്ന് 10ന്റെയും മറ്റൊന്ന് 11ന്റെയും. ഇപ്പൊ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 10 ആൻഡ് 11. ഇപ്പൊ നേരിട്ട് ഡിവിസിബിലിറ്റി റൂളിലേക്ക് പോവാം. ഇപ്പൊ 10ന്റെയും 11ന്റെയും ഡിവിസിബിലിറ്റി റൂൾ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 10ന്റെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്ന റൂൾ തന്നെയാണ്. അപ്പോൾ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 10 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 1, 2, 3, 0 അതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണോ ചെക്ക് ചെയ്താൽ മതി. 0 ആണോ ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണെങ്കിൽ 0 ആണെങ്കിൽ ആ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. ഇത്രയുള്ള ഒരു റൂൾ അല്ലെ. ഇപ്പൊ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ യൂണിറ്റ് പ്ലേസ് 0 ആണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10. അപ്പോൾ ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് 0 ആണെങ്കിൽ നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. ഇതാണ് 10ന്റെ ഡിവിസിബിലിറ്റി റൂൾ. 11ലേക്ക് പോവാം. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത് ചെറിയ കാൽക്കുലേഷൻ ഉണ്ട്. ഓഡ് പ്ലേസസും ഈവൻ പ്ലേസസും തമ്മിലുള്ള ഡിഫറൻസ്. ഓഡ് പ്ലേസസും ഈവൻ പ്ലേസസും ആ വാല്യൂസ് തമ്മിലുള്ള അവിടെയുള്ള ഡിജിറ്റ്സിന്റെ സമ്മുകളുടെ ഡിഫറൻസ് അത് 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 എന്ന് പറയാം. ഇപ്പൊ ഓഡ് പ്ലേസസ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് അല്ലെ, ഫസ്റ്റ് അല്ലെ, തേർഡ്, ഫിഫ്ത്ത് ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് ഓഡ് നമ്പർ വരുന്ന പാർട്ട്. ഓഡ് പ്ലേസസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്ലേസ് ഓടാണ്, മൂന്നാമത്തെ പ്ലേസ് ഓഡ് പ്ലേസ് ആണ്, അതുപോലെ അഞ്ചാമത്തെ പ്ലേസ്, ഏഴാമത്തെ പ്ലേസ്, അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന ഓഡ് നമ്പേഴ്സ് വരുന്ന പ്ലേസ് എന്തായിരിക്കും? അത് ഓഡ് പ്ലേസസ് ആണ്. ഇതിന്റെ രണ്ടാമത്തതും നാലാമത്തതും ആറാമത്തെയും പ്ലേസ് വാല്യൂസ് ഒക്കെ എന്താണ്? ഈവൻ പ്ലേസസ്. അപ്പൊ ആ ഡിജിറ്റുകൾ തമ്മിലുള്ള സമ്മിന്റെ ഡിഫറൻസ്, അത് സമ്മ് കണ്ടുപിടിക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ പ്ലേസസ് എന്ന് പറയുന്നത് 8, 2, 1 ആണ്. അപ്പോൾ 8 + 2 + 1 = 11. ഇനി ഈവൻ പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? 7 ഉണ്ട്, അതുപോലെ 4 ഉണ്ട്. നമുക്കറിയാം 7 + 4 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഓഡ് പ്ലേസസിന്റെ സമ്മും ഈവൻ പ്ലേസസിന്റെ സമ്മും 11 ആണ്. ആ 11ഉം 11ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് 0 ആണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് 0യോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11ഓ ആണെങ്കിൽ, അപ്പൊ ഇവിടെ 0 ആണ് കിട്ടിയത്. 0 ആയതുകൊണ്ട് ദിസ് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഇപ്പൊ ഒരു നമ്പറിന്റെ ഓഡ് പ്ലേസസിന്റെ സമ്മും ഈവൻ പ്ലേസസിന്റെ സമ്മും കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻസ് 0യോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലേസ്, തേർഡ് പ്ലേസ്, ഇതാണ് എന്ത് ഓഡ് പ്ലേസസ് വരുന്നത്. അതിന്റെ സമ്മ് വരുന്നത് 7 + 4 അല്ലെ. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തമ്മിലുള്ള സം അത് നോക്കിയാൽ മതി. 11 ആണ്, അതുപോലെ 6, 5. 6 + 5 11 ആണ്. 11 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. 0 കിട്ടുന്നത് കൊണ്ട് നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അടുത്തത് വരുന്നത് വലിയൊരു നമ്പർ ആണ്. അപ്പൊ അതിലുള്ള ഓഡ് പ്ലേസിന്റെയും ഈവൻ പ്ലേസിന്റെയും സം എന്താണെന്ന് നോക്കാം. ഓഡ് പ്ലേസ് വരുന്നത് 8, 3, 2, 9. 8 + 3 + 2 + 9 എന്ത് കിട്ടും? 8 + 3 11 ആണ്. +2 എന്ന് പറയുന്നത് 13 ആണ്. 13 + 9 എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, അടുത്തത് ഈവൻ പ്ലേസസ് എന്ന് പറയുന്നത് 2 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്. ഇതാണ് ഈവൻ പ്ലേസ്. അപ്പൊ ഇവിടെ 2 + 2 + 7, 2 + 2 + 7 എന്ന് പറയുന്നത് 11 ആണ് അല്ലെ. ഒന്ന് 22, ഒന്ന് ഇനി സബ്ട്രാക്ഷൻ 22 - 11. 22 - 11 എന്ന് പറയുന്നത് 11 തന്നെയാണ്. നമുക്കറിയാം 11 എന്ന് പറയുന്നത് ഒരു 11ന്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. 11 മൾട്ടിപ്പിൾ ഓഫ് 11 തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു നമ്പർ എന്ത് തന്നെയായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു വലിയ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓഡ് പ്ലേസ് വാല്യൂസിന്റെയും ഈവൻ പ്ലേസസിന്റെയും എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ്സിന്റെ സമ്മ് കണ്ടുപിടിച്ച് അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അത് 0യോ മൾട്ടിപ്പിൾ ഓഫ് 11ഓ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 10 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് പ്ലേസ് 0 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി.
ഓക്കെ, ഇതാണ് 11ന്റെയും 10ന്റെയും ഡിവിസിബിലിറ്റി റൂൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ